ഹായ് ഗായ്സ്, തൊയ്ബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 14ാമത്തെ ആഴ്ചയിലെ ബിഗ് ബോസ് ടോക്കാണ്. ഇപ്രാവശ്യം കുറെ പേരുണ്ടായിരുന്നു നോമിനേഷനില്. ഒന്ന് ശൈത്യ, അപ്പാനി ശരത്ത്, ഗിസൈൽ, നെവിൻ, ബിന്നി, RJ വിൻസി, ആര്യൻ, അനുമോൾ, ആദില അനൂറ, ഷാനവാസ് അക്ബർ. ഇപ്രാവശ്യം ലാലേട്ടൻ ഇന്നലെ രീതിയിൽ പോലെ തന്നെയാണ് സ്മൂത്തിൽ ഹാൻഡ് ചെയ്ത് ഒരു നൈസായ രീതിയിലുള്ള വരവും കാര്യങ്ങളുമായിരുന്നു. ഇന്നലത്തെ ലൈവിന്റെ കാര്യങ്ങൾ, അതിന്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്തു. ഗ്രൂപ്പിസം കുറെ കാര്യങ്ങൾ പിടിച്ചു. കിച്ചണിൽ ഉണ്ടായിരുന്ന ഇഷ്യൂ, ക്യാപ്റ്റൻസ് ഒരാളായിരുന്നു, പക്ഷെ ഇപ്രാവശ്യത്തെ ക്യാപ്റ്റന്മാർ എന്നൊരു പേരും കൂടി വന്നു. ഒരാളായിരുന്നു ക്യാപ്റ്റൻസി. അപ്പൊ അനീഷ് ക്യാപ്റ്റൻ സ്ഥാനം വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെയുള്ള നിരവധി, പിന്നെ കിച്ചണിലുള്ള ഇഷ്യൂസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഇഷ്യൂസുകൾ പരിഹരിക്കപ്പെടുകയും ചെയ്തു. അവസാന നിമിഷം വരെ എല്ലാവരെയും ഇങ്ങനെ ആര് പുറത്തു പോകും, ഇന്നൊരാൾ പുറത്തു പോകും, 2 പേര് പുറത്തു പോകും എന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ ശൈത്യക്കായിരുന്നു അവസാനം പുറത്തു പോണ്ടേ എന്നുള്ള ഒരു ഇത് വന്നത്. എന്നിട്ട് ശൈത്യ സേഫായി. അപ്പോ ഇപ്രാവശ്യം പല സമയത്തും നമുക്ക് തോന്നിയിട്ടുണ്ട് ഒരു സേഫായ കളി. അടുത്ത ഇനി വരാൻ പോകുന്ന ഇതൊക്കെ ഡേഞ്ചറസ് സോൺ അല്ല. ഇനി വരാൻ പോകുന്നതൊക്കെ ഇതിനെക്കാട്ടിയും കഷ്ടമുള്ള ഒരു വീക്കെൻഡ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇന്നലെ ഒരു എവിക്ഷൻ നമ്മൾ ഊഹിക്കാതെ ഒരു എവിക്ഷൻ നടന്നതായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇന്ന് വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ എവിക്ഷൻ അവസാനിപ്പിച്ചത്. അപ്പോ ആ ഒരു രീതിയൊക്കെ മനസ്സിലാക്കുമ്പോൾ ബിഗ് ബോസ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നെങ്കിലും ചില കാര്യങ്ങളിൽ എടുത്തു പറയാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ ബിഗ് ബോസ് വിട്ടുപോകുന്ന കാര്യങ്ങളുണ്ട്. ഷാർപ്പായി പറയേണ്ടത് ഷാർപ്പായിട്ട് തന്നെ പറയണം. അത് ബിഗ് ബോസ് എന്നും സ്വീകരിക്കേണ്ടതാണ്. കാരണം പക്ഷെ എന്നാലും വണ്ടർഫുൾ അത്ര തന്നെ പറയാം. പക്ഷെ നന്നായൊരു രീതിയായിരുന്നു. ആർക്കും അപ്പുറം ഖേദമില്ലാതെ എന്നും എപ്പിസോഡ് പോയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പാടില്ല. മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇത് ബിഗ് ബോസിന്റെ തീരുമാനം മാത്രമല്ല, പ്രേക്ഷകരുടെയും തീരുമാനമാണ്. അപ്പോ വോട്ട് അടുത്ത പ്രാവശ്യം ആരെന്ത് പ്രശ്നം ഉണ്ടായിരുന്നു അതിനെ ചോദ്യം ചെയ്യാൻ ലാലേട്ടൻ മുന്നിൽ നിൽക്കണം. വീക്കെൻഡിൽ പറയേണ്ടത് പറയുക ചെയ്യണം. വോട്ട് കൊടുക്കുന്നത് നമ്മളാണെങ്കിൽ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടുകയും വേണം. അതാണ് നമ്മുടെ അഭിപ്രായം. അപ്പം പ്രാവശ്യത്തെ വീക്കെൻഡ് അത്ര വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കാര്യം സിമ്പിളായി വന്ന് സിമ്പിളായിട്ട് തന്നെ പോകുന്ന ഒരു സിഗ്നേച്ചറാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെച്ചിട്ടുമില്ല. പലരും പല പ്രതീക്ഷകൾ വെക്കുന്നുവെങ്കിലും ആ പ്രതീക്ഷകളൊന്നും പ്രാവശ്യത്തെ പ്രൊമോയിലില്ല. ഇപ്പോൾ സിംഗിൾ പ്രൊമോ ഇപ്രാവശ്യം പോവുമല്ലോ. അതുകൊണ്ട് വലിയ പ്രൊമോ ഇട്ട് കളിക്കാനുള്ള സമയം ആയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഒരുപാട് പറയാനുണ്ടാവും. ആ പറയേണ്ട കാര്യങ്ങളെല്ലാം ഒന്നിനൊന്നിന് മീതെ ലാലേട്ടൻ പല രീതികളിൽ നൈസായി ചോദിച്ച് കാര്യങ്ങൾ ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങൾ തലോടി വിട്ടിട്ടുണ്ട്. ഇനി എന്താണ് കാര്യങ്ങൾ എന്തായി തീരുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇനിയുള്ള കളികൾ വളരെ നിസ്സാരമല്ല, വളരെ കെയർഫുള്ളായിട്ട് കളിക്കേണ്ട കാര്യമല്ല, വളരെ സൂക്ഷിച്ചു കളിക്കേണ്ട ഗെയിമുകളാണ്. 7ന്റെ പണി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 14ാമത്തെ വീക്കിലെ കാര്യങ്ങൾ ഇതാണ്. ഇത്രയുള്ളൂ. പ്രാവശ്യം വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് തന്നില്ല. എന്നാലും അമിത പ്രതീക്ഷ അടുത്ത വീക്കെൻഡിൽ തന്നിട്ടുണ്ട്. ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുമെന്നാണ് നമ്മുടെ അഭിപ്രായം.